ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് മാത്സിലെ ഹോംവർക്ക്സ് ചില മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ മാത്സ് കൊണ്ട് വേർഡ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. മാത്സ് ഒരു ഇൻട്രസ്റ്റ് വന്നു മാത്സിനോട് അല്ലേ, ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാവുന്നു. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എനിക്ക് പണ്ടേ തൊട്ട് ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. അങ്ങനെ ഇത്തിരി മടിയുണ്ട്. ബ്രെയിൻ ജിമ്മൊക്കെ ഞാൻ ബാങ്കിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എത്തുമ്പോൾ ലേറ്റാവും. ഞാൻ ബ്രെയിൻ ജിമ്മൊക്കെ ചെയ്തു ഞാൻ ചെയ്ത് നോക്കുന്നു പറയും. പക്ഷെ ഞാൻ കാണാറില്ല ചെയ്യുന്നത്. ഞാൻ രാത്രി വരുമ്പോൾ ഹോംവർക്ക് ഞാൻ നോക്കും, ജസ്റ്റ് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. കണ്ടിന്യൂസ് ഇരിക്കാൻ ഇത്തിരി മടിയാണ്. അത് വെച്ച് ഞാൻ പറഞ്ഞു, നീ എന്നും പാസ്സാവണം, ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അന്ന് വരെ ഞാൻ വരും, എത്ര രൂപ പോയാലും ഞാൻ ഇങ്ങനെ പാസ്സാക്കി ഇരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ നല്ലതാണല്ലോ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കോസ്റ്റ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ആലുവയിലായിരുന്നു. ആലുവയിൽ തൊട്ടടുത്ത് ഇങ്ങനെ കുട്ടികൾ അബാക്കസ് പറഞ്ഞ ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ ഈ ബീഡ്സ് ഉപയോഗിച്ച് ചെയ്യണം കണ്ടാൽ എനിക്ക് അന്ന് തൊട്ട് ആഗ്രഹമുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇത്ര ഏജ് ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞ് പഠിക്കുന്നത് എനിക്ക് വളരെ ആഗ്രഹമുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ പറവൂർ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. സ്കൂളിൽ ഒരു ഉണ്ടായിരുന്നല്ലോ ടെസ്റ്റ് റയാൻ്റെ, ഇവിടുന്ന് ഒരു അബാക്കസിനാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. എനിക്ക് വളരെ ഇഷ്ടമാണ്. മാത്സിൽ അതൊരു നല്ല ഡെവലപ്മെൻറ്റ് എന്തായാലും തരും ഭാവിയിലായിട്ട്. എനിക്ക് ഇപ്പോഴല്ലേ ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നീ എന്ന് പാസ്സാവണം, അന്ന് വരെ എത്ര രൂപ പോയാലും ഞാൻ നിന്നെ പാസ്സാക്കിയിട്ട് ഞാൻ വിടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു പഠിക്കണം പോലെ. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയില്ല. ഈവൻ വലുതാകുമ്പോൾ ഒരു എന്തെങ്കിലും കോൺടാക്ട് എക്സാമോ എന്നൊക്കെ പോകുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയാം, നമ്മളൊരു PhD എക്സാമോ എല്ലാം എഴുതുമ്പോൾ നമുക്ക് അങ്ങനത്തെ അതിൻ്റെ യൂസേജ് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. നമുക്ക് അറിയില്ല ഇത് എങ്ങനെ ചെയ്യും. ഇപ്പോൾ സ്ക്വയർ റൂട്ടും ആ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അറിയുന്ന കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ മാത്സിൻ്റെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ, അതിപ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് പഠിക്കാൻ പറ്റാവോ, അങ്ങനെ എനിക്ക് പഠിക്കാമോ. എനിക്ക് വളരെ ഇഷ്ടമാണ്.